മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ. വി.എസ്. മരുന്നുകളോട് പ്രതികരിക്കുന്നതായും മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു. സാരംഗ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സാരംഗ്, എന്തൊക്കെയാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്? ഷമ്മി, വി എസിന്റെ ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഇതിൽ പറയുന്നത്, വ്യക്തമാക്കുന്നത് വി എസിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്ന് തന്നെയാണ് ഈ പുറത്തു വന്ന ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നില്ല. അത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് തന്നെ വലിയ വെല്ലുവിളിയായി തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൃക്കകളുടെ പ്രവർത്തനവും പുനഃസ്ഥിതിയിലായിട്ടില്ല, രക്തസമ്മർദ്ദവും പഴയ സ്ഥിതിയിലായിട്ടില്ല. ഇത്തരത്തിലുള്ള ആരോഗ്യ പുരോഗതികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ആരോഗ്യ പ്രതിസന്ധികളാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. ഏതായാലും വിദഗ്ധ സംഘമടങ്ങുന്ന ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് SUT ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ ചികിത്സകൾ നടക്കുന്നത്. SUTയിലെ ഡോക്ടർമാരോടൊപ്പം തന്നെ സർക്കാർ നിയോഗിച്ചിട്ടുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. നേരിയ പുരോഗതി പോലും ഈ നിലയ്ക്ക് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. ആന്തരിക അവയവങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം അദ്ദേഹം നേരിടുന്നത് എന്നുള്ളതാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ വീണ്ടും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ മാസം 23-നാണ് ഇത്തരത്തിൽ വി.എസിനെ പട്ടം SUT ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നത്. തുടർന്ന് പലപ്പോഴായി അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയും അതുപോലെ തന്നെ തൽസ്ഥിതി തുടരുന്ന സാഹചര്യവുമാണുള്ളത്. എന്തിനാലും വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആന്റിബയോട്ടിക്കുകളും തുടർന്നു പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില പരിശോധിച്ചു വരുന്നത്. ഷമ്മി, വി.എസിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. P.S. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്.